അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്ന നമ്പരാണിത്. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ അദ്ദേഹം ഒരു ബി ജെ പിക്കാരനാണ്, സജീവ പ്രവർത്തനൊക്കെയാണ്, ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളത് വയ്ക്കണം, ഇനിയുള്ള കുട്ടികളെങ്കിലും ഇതിൽ ഇടപെടാതാക്കണം. വെച്ചാൽ ഇപ്പം എനിക്ക് അറിയാൻ കഴിയുന്നത് ടൗൺ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് 3 പെൺകുട്ടികളാണ്. ചേട്ടന് 3 പെൺമക്കളാണ്. 3 പെൺകുട്ടികളാണ്. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അതിനെ കല്യാണം കഴിച്ചിരിക്കുന്ന പേരെന്ത് പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി. അത് കാരണം ഇതിന്റെ അകത്ത് നമുക്കതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മൾ പരിചയത്തിന് വേണ്ടി ചോദിച്ചത്. നമസ്കാരം. ലവ് ജിഹാദ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിന്റെ വലിയൊരു വിപത്ത് തന്നെയാണ്. ലവ് ജിഹാദിനെ കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് ഒരു വനിതാ സംഘം, ഒരു വനിതകളുടെ ഒരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ പെൺകുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതഭീകരവാദികളുടെ താല്പര്യത്തിനനുസരിച്ച് ലവ് ജിഹാദിന് ഒത്താശ ചെയ്യുന്ന ഒരു വനിതാ സ്ക്വാഡ് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഹിന്ദു ഹെൽപ്പ് ലൈന് ലഭിക്കുകയാണ്. ഈ വിവരങ്ങൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഹിന്ദു ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് തരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നത്. പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്കും പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത അനിവാര്യമായ വിഷയമായതുകൊണ്ടും കൃത്യമായിട്ട് ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഞങ്ങൾ ഈ ശബ്ദ സന്ദേശം കൂടി ഈ വീഡിയോയുടെ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. ഞാൻ എപ്പോഴും യാത്രയിലാണ്, അതാണ് എന്റെ കാര്യം. ഇത് ചേട്ടന് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചുമതല എന്തെങ്കിലും ഉണ്ടോ? അതെ, അതുകൊണ്ടാണ് ഞാൻ. പക്ഷെ ഇതിലൊരു കാര്യം, ചേട്ടനിപ്പം ഇത് മനസ്സിലിങ്ങനെ തോന്നി നമ്മളെ വിളിക്കാൻ തോന്നിയത് തന്നെ നല്ലൊരു കാര്യമാണ്. എന്നാലും ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മളെ മറ്റവരുടെ ഭാഗം നോക്ക്. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് അവരുടെ മതത്തിന്റെ കാര്യങ്ങളിൽ അവർ ഒരുമിച്ച് നിൽക്കും. മനസ്സിലായി? നമ്മുടെ ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒട്ടുമുക്കാൽ ഭാഗം എല്ലാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാര്യം പറയാം. പത്തനംതിട്ട ടൗണിൽ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട്, കാരണം പത്താമത് ഇവിടെ SDPയുടെ വാർഡാണ്, SDP ജയിച്ച വാർഡാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരിലെ 100% കോൺഗ്രസ്സുകാരല്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെ കോൺഗ്രസ്സുകാരും രാത്രിയിൽ അവരെ SDPക്കാരുമായി മാറുന്നവരാണ്. ഇവിടുത്തെ കമ്മ്യൂണിസവും അങ്ങനെ തന്നെയാണ്. അതെനിക്ക് വ്യക്തമായിട്ട് ധാരണയുള്ള അവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും. അല്ല, ഞാൻ എഴുതിയിട്ടാണ്, ഞാൻ ഒരു ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകൂടെയാണ്. അപ്പം നമുക്ക് ആ ഒരു നിലപാടും ഹിന്ദുത്വത്തെ മുഴുവൻ പിടിക്കുന്ന ഒരാളുമാണ്. അപ്പൊ ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, നമുക്കൊരു വിഭിന്ന ചിന്താഗതി പാടില്ല, നമ്മളൊരു മതേതരം ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലുണ്ടെങ്കിലും ചില സാഹചര്യത്തിൽ വരുമ്പോൾ ഇവരുടെ ഭാഗം വരുമ്പോൾ ഇവർ ആ ഒരു ചിന്താഗതി ഇവർക്കില്ല. പക്ഷെ മറ്റുള്ള ഹിന്ദുക്കൾ ഇത് പാലിക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. എന്തായാലും നമുക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ അവർ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ നിരവധി, ചേട്ടൻ തന്നെ പറയുന്നു, നിരവധി കുട്ടികളെ അവർ മാറ്റിക്കഴിഞ്ഞു എന്ന് പറയുന്നു. അവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അത് അവരുടേത് മാത്രമായിട്ടുള്ള വിഷയമാണ്. ഈ നമ്മളെ പരിവർത്തനം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വിഷയം. അത് 100% അത് നമ്മുടെ സമൂഹത്തിന് പരിവർത്തനം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ നമ്മുടെ നാളൊരു സമയത്ത് നമ്മൾ ന്യൂനപക്ഷമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ കളം ഒരുക്കുന്നു എന്നുള്ളതാണ്. അതെ, അപ്പൊ അതിനെന്ത് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെ 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 ഞാൻ പറഞ്ഞല്ലോ, എങ്കിലും എനിക്ക് ഈ പാർട്ടി പല പ്രാവശ്യവും അതുമല്ല, നമ്മുടെ ടൗണിലെ എല്ലാവരുമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ നാനാ ആദ്യം മതസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് പല കാര്യങ്ങളിലും എനിക്ക് ചിന്താഗതി വരുമ്പോൾ അവര് പബ്ലിക്കിൽ നമ്മളോടൊപ്പം നിന്നോട് പറയുന്നതോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ, കാരണം ഞാൻ ടൗണിൽ എന്റെ കുട്ടികൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അവസ്ഥയെ പോയി ചാടരുത്.
അല്ലാതെ മറ്റു കുട്ടികൾക്കും അത് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാളും കൂടെ. അപ്പൊ അത് നമ്മള് ഇപ്പം കോളേജിലായാലും മറ്റു കാര്യങ്ങളായാലും ഈ കുട്ടികൾക്ക് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇവൻ വിളിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പം ആ നമ്പർ ഞാൻ എന്റെ തന്നു. ഞാൻ അവനെ വിളിച്ചു ഞാൻ പറഞ്ഞു, ഇനി നീ ഇത് ആവർത്തിച്ചാൽ നിന്റെ കാലം കഴിഞ്ഞ് ഞാൻ തല്ലി ഓടിക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവർ പിന്നെ ഇതുവരെയും ഇല്ല. അപ്പൊ അവര് അതിന് പകരമായിട്ട് നമുക്കറിയാൻ കഴിയുന്നത് വേറെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചേട്ടന്റെ ഈ സ്ത്രീയുടെ ഫോട്ടോയോ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അത് ഞാൻ തരാം. ഞാൻ എന്തായാലും ഞാൻ അത് തരാതെ ത്തിന് വേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാൽ എനിക്കതിന് അഭിമാനമേ ഉള്ളൂ. ശരി ശരി ആയിക്കോട്ടെ. പറഞ്ഞതല്ലേ, അതൊന്നും എനിക്ക് നോ പ്രോബ്ലം. അതല്ല എന്റെ സബ്ജക്ട്, വിഷയം അതല്ല. പക്ഷെ നമുക്കെന്ന് പറയുന്നത് നാളെ ഒരു കുട്ടികൾ പോലും ബലിയാടാവരുത്. അതെ അതാ എന്റെ ലക്ഷ്യം. ശരി ശരി ശരി. ഈ ഒരു മനസ്ഥിതിയാണ് ഓരോ ഹിന്ദുവിനും ഉണ്ടാവേണ്ടത് കേട്ടോ. രാഷ്ട്രീയ യാതൊല്ലോ നീ ഏത് പൊളിറ്റിക്കലി വിശ്വസിച്ചോ, എന്റെ ഒരു അഭിപ്രായം അത്. നീ ഏത് പൊളിറ്റിക്കലി വിശ്വസിച്ചോ, പക്ഷെ നീ ഹിന്ദുവാണ്, നിനക്ക് ഹിന്ദുവിന്റെ ഐക്യമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും അത് നീ സ്വാഭാവികമായിട്ടും ബി ജെ പിയിലേക്ക് ഇട്ടു, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകും. എന്നും പറയുന്നത് ഞാൻ ബി ജെ പിക്കാരനല്ല, പക്ഷെ ഞാൻ ബി ജെ പിയുടെ എല്ലാ ആദർശം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അതിന് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനവും ആരോപണവും ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ നെവർ മൈൻഡായിട്ട് കണക്കാക്കുന്ന ഒരാളാണ്. പറഞ്ഞില്ലേ, ചില കോൺട്രിബ്യൂഷനുകൾ നമ്മൾ അംഗീകരിക്കണം. അത് ഏത് രാജ്യത്ത് ആര് ചെയ്താലും ആ കോൺട്രിബ്യൂഷൻ നമ്മൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, വിശാലത ഉണ്ടാകണം. ഈ വിശാലത ഇല്ലാത്തവരാണ് വർഗീയവാദി. ശരിയായിട്ടുള്ള വർഗീയവാദികളാണ് തിരിഞ്ഞു നിന്ന് നമ്മളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. അതെ, കറക്റ്റ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. ഈ സ്ത്രീയുടെ ഇതൊന്നും അയക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ എനിക്ക് ചില പ്രൊട്ടക്ഷനുള്ള ആവശ്യമുണ്ട്. ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് ഞാനൊരു പക്ഷെ ഞാൻ വയലന്റ് ആയി ഈ സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ 50 വയസ്സായുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് വയലന്റ് ആയി പോയി എന്ന് ആയാല് ഒരു പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് ഇത് പിടിച്ച് നിൽക്കാതായിപ്പോ നമ്മളിത് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് രോഷാവലനായിപ്പോ. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഒരു കാര്യമുണ്ട്. അത് അവര് പറയുന്നത് ബ്രാഹ്മണ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു നായർ പെൺകുട്ടിയാണെന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഒത്തിരി ഇതുണ്ട്. ഇതിപ്പോ ഒരു നടന്നിട്ട് ഇപ്പം ഇന്നേക്ക് 4 ദിവസം കണ്ടായിരുന്നു ലാസ്റ്റ് നടന്നിട്ട്. ഞാൻ അതിനെ മാക്സിമം നമ്മളെ അടുപ്പിക്കത്തില്ല. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണമെങ്കിലേ ഞങ്ങൾ കൂടെ ഒന്ന് അയച്ചു തരണം. അത് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് കോണ്ടാക്ട് ചെയ്ത് ഉടനെ കിട്ടിയാൽ അത്രയും നല്ലത്. കാര്യം നമുക്ക് അപ്പൊ ആ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും രീതിയിൽ കൗൺസിലിങ്ങിന് പെടുത്താനോ എന്തെങ്കിലും നമുക്ക് സാധിക്കും. അല്ല, എനിക്ക് ആ വീട്ടുകാരെ കുറിച്ച് അറിയില്ല. പെണ്ണിന്റെ വീട്ടുകാരെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ ഇവിടെ കൊണ്ടുവന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.